അഭിനയ രംഗം വിട്ട് ഇന്ന് ഭർത്താവിനും മക്കൾക്കുമൊപ്പം വിദേശത്ത് കുടുംബജീവിതം നയിക്കുകയാണ് നടി മാധവി. ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സുകാരനായ റാൽഫ് ശർമ്മയെയാണ് മാധവി വിവാഹം ചെയ്തത്. 1996 ഇരുവരുടെയും വിവാഹം. തന്റെ വിവാഹത്തെക്കുറിച്ചും വിവാഹശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും മാധവി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മുൻപൊരിക്കൽ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാധവി മനസ്സ് തുറന്നത്. തന്റേത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, അതായിരുന്നു താൻ എപ്പോഴും ആഗ്രഹിച്ചതെന്നായിരുന്നു മാധവി പറഞ്ഞത്. നിങ്ങൾ ഒരാളെ കണ്ടെത്തൂ, ഞാൻ വിവാഹം ചെയ്യാമെന്ന് വീട്ടുകാരോട് പറഞ്ഞു. മാതാപിതാക്കളും എന്റെ ആത്മീയ ഗുരു സ്വാമി രാമയും ചേർന്നാണ് അദ്ദേഹത്തെ തനിക്ക് വേണ്ടി കണ്ടെത്തിയത്. അദ്ദേഹത്തെ കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. തീർത്തും അപരിചിതനെയാണ് താൻ വിവാഹം ചെയ്തത്. വിവാഹശേഷമാണ് താൻ അദ്ദേഹത്തെ അറിഞ്ഞതെന്നാണ് മാധവി പറഞ്ഞത്. വിവാഹശേഷം തങ്ങൾ പ്രണയത്തിലായി. 3 മക്കളാണ് തങ്ങൾക്കുള്ളത്. ഭാര്യ, അമ്മ എന്നീ നിലകളിൽ തിരക്കിലാണ് താനിപ്പോൾ. ബിസിനസിന്റെ കാര്യങ്ങളുണ്ടെന്നും മാധവി അന്ന് വ്യക്തമാക്കി. വിവാഹശേഷം ഭർത്താവിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു താൻ. സമാധാനപരമായ ജീവിതം നയിക്കുകയാണിപ്പോൾ. സിനിമയിലായിരുന്നപ്പോൾ 20 മണിക്കൂറോളം താൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് യാത്ര ചെയ്തു, പല ഭാഷകളിൽ, പല കഥാപാത്രങ്ങൾ. ഒരുപാട് ആളുകളുമായി ഇടപഴകിയെന്നും വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ നേരമില്ലായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നും മാധവി വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ തിരക്ക് പിടിച്ച ജീവിതമല്ല. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് എവിടെയും പോകേണ്ടതില്ല. ബിസിനസ് വ്യത്യസ്തമാണ്. യാത്രകളുണ്ട്, പുതിയ ആളുകളെ കാണുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കാനാകുന്നു എന്നും മാധവി പറഞ്ഞു. മക്കൾ വളർന്ന ശേഷം നല്ല അവസരങ്ങൾ വന്നാൽ സിനിമയിൽ അഭിനയിക്കുമെന്നാണ് അന്ന് മാധവി പറഞ്ഞത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും നടി അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. അതേസമയം തന്റെ സിനിമകളൊന്നും ഭർത്താവ് റാൽഫ് കണ്ടിട്ടില്ല. അതിനൊരു കാരണവുമുണ്ടെന്ന് മുൻപ് മാധവി പറഞ്ഞിട്ടുണ്ട്. മാധവി ഒരു സിനിമയും ഭർത്താവ് റാൽഫിനെ കാണിച്ചിട്ടില്ല. വിവാഹശേഷം ഭർത്താവിനോട് പറഞ്ഞ ഒരേ ഒരു കണ്ടീഷനായിരുന്നു ഒരിക്കലും മാധവിയുടെ സിനിമകൾ കാണരുത് എന്ന്. മാധവി ഒരുപാട് റൊമാൻറ്റിക് സീനുകളും ഗ്ലാമറസ് വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഭർത്താവ് കാണുന്നത് മാധവിക്ക് ഇഷ്ടമായിരുന്നില്ല. മാധവി ഒരു സാധാരണ സ്ത്രീയായിട്ട് മാത്രമേ ഭർത്താവ് കാണാൻ പാടുള്ളൂ എന്ന നിർബന്ധവും താരത്തിനുണ്ടായിരുന്നു. എന്റെ ഫോട്ടോകൾ കാണുമ്പോൾ ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് ഭർത്താവിന് തോന്നും. ആ ചിന്ത പോലും വരാതിരിക്കാൻ വേണ്ടിയാണ് സിനിമകൾ കാണുന്നില്ലെന്ന് അദ്ദേഹവും സമ്മതിച്ചതെന്നാണ് പഴയ അഭിമുഖത്തിനിടെ മാധവി പറഞ്ഞത്. ഇനി ആരെങ്കിലും ഭാര്യ അഭിനയിച്ച സിനിമ കണ്ടിരുന്നു എന്ന് ചോദിച്ചാൽ കണ്ടു എന്ന് തന്നെ പറയാൻ മാധവി റാൽഫിനോട് പറഞ്ഞിരുന്നു. കാരണം താൻ അഭിനയിച്ച ഒരേ ഒരു സിനിമ മാത്രം റാൽഫിനെ മാധവി കാണിച്ചിട്ടുണ്ട്. ആകാശദൂത് സിനിമയുടെ റീമേക്കായ മാതൃദേവോ ഭവ എന്ന തെലുങ്ക് ചിത്രമായിരുന്നു അത്. അന്നാണ് ഒരു അഭിനേത്രി എന്ന നിലയിൽ മാധവിയെ റാൽഫ് കാണുന്നത്. തന്റെ ഭാര്യ ഒരു മികച്ച അഭിനേത്രിയാണെന്ന് ആ സിനിമ കണ്ടതിന് ശേഷം റാൽഫ് പറഞ്ഞു. ഇപ്പോൾ കുടുംബവും ബിസിനസ്സുമായി തിരക്കിലാണ് മാധവി. അതേസമയം ആന്ധ്രാപ്രദേശിലാണ് മാധവി ജനിച്ചു വളർന്നത്. ഗോവിന്ദസ്വാമി, ശശിരേഖ എന്നിവരാണ് മാധവിയുടെ മാതാപിതാക്കൾ. 2 സഹോദരങ്ങളും താരത്തിലുണ്ട്. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും നിരവധി സിനിമകളിൽ മാധവി അഭിനയിച്ചിട്ടുണ്ട്. രാജപാർവ, കാക്കിസട്ടെ, സട്ടം, എല്ലാ ഇമ്പമായും തുടങ്ങിയവയാണ് കമൽഹാസനൊപ്പം മാധവി ചെയ്ത സിനിമകൾ. ഗർജനെ, തില്ലുമുല്ല, തമ്പിക്കെന്ത് ഊരിൽ തുടങ്ങിയവയാണ് രജനീകാന്തിനൊപ്പം മാധവി ചെയ്ത സിനിമകൾ. ഇന്ത്യയിലെ 5 ഭാഷകളിൽ ഒരേ സമയം സിനിമകളിൽ നിറഞ്ഞാടിയ നടിയാണ് മാധവി. ഒരു കാലത്ത് സിനിമകളിലെ നിറ സാന്നിധ്യമായിരുന്ന മാധവി സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം തകർത്തഭിനയിച്ചു. 14 വയസ്സിൽ തന്നെ അഭിനയ ലോകത്തേക്ക് ചുവടുവെച്ച താരമാണ് മാധവി. തെലുങ്ക് സിനിമകളിലൂടെ തിളങ്ങിയ മാധവി വളരെ പെട്ടെന്നാണ് മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ചിത്രങ്ങളിലേക്ക് ചുവടുവെച്ചത്. ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളുമായി. മലയാള ചിത്രം വളർത്തുമൃഗത്തിലൂടെ മികച്ച 2ാമത്തെ നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് മാധവി നേടി. മാധവിയുടെ കരിയറിലെ ആദ്യ പുരസ്കാരവും അതായിരുന്നു. ഭരതൻ സംവിധാനം ചെയ്ത ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡും മാധവി നേടി. ആകാശദൂത് സിനിമയ്ക്ക് മികച്ച 2ാമത്തെ നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് മാധവി സ്വന്തമാക്കിയിരുന്നു. കരിയറിൽ മലയാള ചിത്രം ആകാശദൂതാണ് ഇന്ന് ഏവരും എടുത്തു പറയുന്ന മാധവിയുടെ സിനിമ. 1993 പുറത്തിറങ്ങിയ ആകാശദൂതിൽ ആനി എന്ന കഥാപാത്രത്തെയാണ് മാധവി അവതരിപ്പിച്ചത്. അതേസമയം അഭിനയ രംഗം വിട്ടിട്ട് വർഷങ്ങളായെങ്കിലും നടി മാധവിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല. ആകാശദൂത്, ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം മാധവി ചെയ്തിട്ടുണ്ട്. 1000 നാവുള്ള അനന്തനാണ് മാധവി അവസാനമായി അഭിനയിച്ച സിനിമ. വിവാഹത്തിന് ശേഷം പൂർണ്ണമായും സിനിമയിൽ നിന്ന് മാധവി മാറി നിന്നു. ഇപ്പോൾ ഭർത്താവും കുട്ടികളുമായി ന്യൂജേഴ്സിയിലാണ് നടിയുടെ താമസം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.